രേഖകൾ സംസാരിക്കും. രേഖകൾ സംസാരിക്കും. എനിക്കങ്ങനെ ഞാൻ ചായ കഴിച്ചിട്ട് വിശദമായി ആ പത്രസമ്മേളനം വിളിക്കാം. താങ്കൾ പറയൂ, കാര്യം എന്താ? ഒരു വാർത്താ സമ്മേളനത്തിൽ വന്ന വിഷയം ഉണ്ടാക്കിയ കാരണം എന്താണെന്ന് പറയും. ഇതാ ഒപ്പിട്ടെ മഹാന്റെ പേര്. നിങ്ങളെന്നെ വായിക്ക്. അല്ല ഇത് അല്ല പത്രക്കാരന് ഈ പ്രിന്റഡ് അല്ല ഞാൻ ചായ കുടിച്ചിട്ട് പറഞ്ഞുതരാം. അതെയോ? എന്നാ ഞാൻ രേഖാമൂലൊന്ന് നിങ്ങളെ മുന്നിൽ ഹാജരാക്കി തന്നാൽ നിങ്ങൾ എടുക്കുവാ? ഞാൻ തന്ന പേപ്പറിങ് എടുക്കും. ഞാൻ പറഞ്ഞുതരാം. ആ പേപ്പറിങ് എടുക്കപ്പോ പേപ്പർ ഇല്ല എന്നാ ഞാൻ തന്ന പേപ്പർ ഇല്ല. ഒന്നും കൂടി ആവണം. എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എൻ്റെ പേര് വെച്ചിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയില്ലേ, സിനിമ കാണാറുണ്ടോ? ആ മുത്തങ്ങ സംഭവത്തിൽ അതിലൊരു ബഷീർ എന്ന കഥാപാത്രമുണ്ട്. ആ സമയത്ത് കണ്ണൂർ DIG ഓഫീസിൽ ഉള്ള ബഷീർ എന്ന പോലീസുകാരനാണ് ഞാൻ. എൻ്റെ പേര് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സിനിമക്കാർ തരുന്ന കാശിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് പോലീസിൽ നിന്ന് കുറച്ചു കാലം പണിയെടുത്ത് പിന്നെ സിനിമയുടെ മായിക ലോകത്തിൽ പോയ ചില പോലീസുകാരാണ് ഇതിൻ്റെ തിരക്കഥ ഉണ്ടാക്കിയത്. ഇനി എന്താ അറിയണ്ടേ? അല്ല എൻ്റെ അല്ല 30 വർഷത്തെ ഒരുപാട് പരാതിയുണ്ട്. ഇത് കംപ്ലീറ്റ് ഫയല് ഞാൻ പത്രസമ്മേളനം വിളിക്കാം. മുത്തങ്ങ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ കണ്ണൂർ DIG ഓഫീസിലുള്ള പോലീസുകാരനാണ് ഞാൻ. എൻ്റെ പേര് ബഷീർ എന്നാണ്. ആ സിനിമയിലൊരു ബഷീർ എന്ന കഥാപാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമ കാണാനല്ല, എന്നാൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. താങ്കളുടെ നിലവിലുള്ള പരാതി ബഷീർ എന്ന പേര് ഉപയോഗിച്ചതാണോ അതോ 30 വർഷം താങ്കൾ പീഡിപ്പിച്ചതാണോ? എന്താണ് താങ്കളുടെ പരാതി? എന്തിനാണ് താങ്കൾ DGP കാണാൻ വന്നത്? അല്ല എൻ്റെ ID പോലീസ് ID കണ്ണൂർ സിറ്റി കമ്മീഷണർ തന്ന ഒരു ID കാർഡ് ഉണ്ട്. അത് അവരോട് ചോദിച്ചു നോക്കണം. അല്ല ഞാൻ പറഞ്ഞില്ലേ 30 വർഷം പോലീസിലുണ്ടാവുമ്പോൾ വരും വരായികൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനൊന്ന് എടുത്തോട്ടെ, ക്യാമറ ഒന്ന് മാറ്റുമോ? എൻ്റെ ID കാർഡ് അവർ വാങ്ങിച്ചു പോയിട്ടുണ്ട്. അതിരിക്കുന്ന ഒരു പെൻഷനേഴ്സിന്റെ ID കാർഡാണ് ഇരിക്കുന്നത്. പിന്നെ താങ്കളുടെ മീഡിയയുടെ ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ വ്യാജമായിട്ട്? പിന്നെ താങ്കൾ ഏത് മീഡിയ? ഗൾഫിലുള്ളതാണ്. മീഡിയയുടെ ഓൺലൈൻ മീഡിയ. എന്തായിരുന്നു പരാതി? കാക്കിയിട്ട് എന്നെ പീഡിപ്പിച്ച ആ ഒരു പരാതിയാണ്. എവിടെയാ ജോലി ചെയ്തിരുന്നത്? കണ്ണൂർ DIG ഓഫീസിൽ. ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ, ഞാൻ കണ്ണൂരിൽ നിന്ന് ഓടി വരുന്നതല്ലേ. ഞാൻ ശരി ഒരു താല്പര്യമില്ല നമുക്ക് എന്തിനാണ്? അതെ താങ്കൾ ആക്രമിച്ചു? അതെ CPM പ്രവർത്തകർ? അതെ ഇത് താങ്കളാണോ? അതെ കണ്ണമം പോലീസ് ASIയുടെ ഫോട്ടോസ്. ഇത് വ്യാജമെന്നല്ലയോ? ഇത് വ്യാജ. അല്ല ഇത് വ്യാജമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതെ SIT ഉണ്ടായിരുന്നു ബഷീർ VP. ആ പദവിയിൽ നിന്നാണ് വിരമിച്ചത്? അല്ല അവിടുന്ന് ഞാൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് പോയിരുന്നു. ഏതാ സ്റ്റേഷൻ അവസാനം ജോലി ചെയ്തത്? കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ എപ്പോഴാണ് വിരമിച്ചത്? 2023. എന്താണ് നിങ്ങളുടെ പരാതി? എന്താണ് ഫോട്ടോയ്ക്ക് ആധാരമായ സംഭവം? എന്താ ഇതെന്താണ് സംഭവം? ഈ പറയുന്ന പരാതി ഇതെൻ്റെ വൈഫ് കൊടുത്ത പരാതിയാണ്. മർദ്ദിച്ചോ? ഓരോ ഫയലും ഒരുപാട് ജീവിതമാണെന്ന് പറഞ്ഞാൽ ഞാൻ 21 മുതൽ ഈ സാജിദ
കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമായിട്ടില്ല. താങ്കൾ മർദ്ദിച്ചോ? മർദ്ദിക്കാണ്ട് അങ്ങനെ ഫോട്ടോ വരില്ലല്ലോ. ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ? പരാതി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഹാജരാക്കി തരാം. താങ്കൾ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മാധ്യമപ്രവർത്തകരാണ് അതെ, താങ്കൾ പോലീസുകാരനല്ലേ, താങ്കൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ വന്ന് കയറുകയും പറയുകയും ചെയ്യാൻ പാടില്ലെന്ന കാര്യം? അല്ല, ഇവിടെ എല്ലാം പറഞ്ഞിട്ടാണല്ലേ അങ്ങോട്ട് വന്നത്. അല്ല, അവിടെ പരാതി നൽകേണ്ട വേദിയായിരുന്നില്ലല്ലോ. പരാതി നൽകേണ്ട വേദിയായിരുന്നില്ലല്ലോ. അല്ല, എന്നെ ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. നിർബന്ധപൂർവ്വം എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. ആര് പറഞ്ഞു? യൂണിഫോം ഇട്ട ഒരാള്. ഞാൻ പേര് നോക്കിയില്ല. ഒരു മാധ്യമ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ആ പേര് ദുരുപയോഗം ചെയ്യുകയും അവിടെ വന്നിങ്ങനെ പരാതി ഉന്നയിച്ചത് ശരിയാണ്? ഒരു ഇസ്മ എന്ന് പറഞ്ഞ ഓൺലൈൻ ഗൾഫിൽ ഒരു ഇതുണ്ട്. അത് താങ്കൾ ചോദ്യം ചോദിക്കാം. അവിടെ വന്നിങ്ങനെ പരാതി ഉന്നയിക്കാൻ പറ്റും? അലങ്കോലപ്പെടുന്ന തരത്തിലേക്ക് മാറിയില്ലേ? ആ ഉദ്ദേശത്തോടെയാണോ അങ്ങനെ? അല്ലല്ല, അയ്യോ അതല്ല. പിന്നെ താങ്കൾ മാധ്യമപ്രവർത്തകർ അവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ട അദ്ദേഹത്തിനോട്. പക്ഷേ താങ്കൾ അതല്ലല്ലോ ചെയ്തത്. അല്ല, ഞാൻ ഈ ഫംഗ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളൊന്ന് ആ പരാതി എന്താണെന്ന് വിശദമാക്കും. താങ്കൾ ഇപ്പോഴും താങ്കളുടെ പരാതി കൂട്ടം പരാതിയുണ്ട്. താങ്കൾ എന്താണ് പരാതി എന്ന് പറയുന്നില്ല. താങ്കളുടെ പുതിയ പോലീസ് മേധാവി ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ പെരുമാറിയത് ആ വിഷയം ഒന്ന് പറയാമോ? പരാതി കാരണം ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ? ചായ കഴിച്ചിട്ട് പറഞ്ഞുതരാം. ദുരുപയോഗം ചെയ്തത്. ആ പരാതി പറഞ്ഞാൽ കാരണം എല്ലാവരും ഇത് കാണുകയാണ്. അവിടെ നിങ്ങൾ ഈ പരാതി ഉന്നയിക്കും, അത് തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടും. ഇപ്പോൾ ഇതും കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഈ 30 വർഷം അനുഭവിച്ച ദുരിതം എന്താണെന്ന് മാധ്യമങ്ങളോട് പറയാമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞോളൂ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമായിരുന്നു. ഷബീർ എന്ന പരാതിക്കാരൻ താങ്കളുടെ പ്രശ്നം എന്താ താങ്കൾ പറയും? താങ്കൾ ഉപദ്രവിച്ചു. ഇവിടെ പറയാം. രേഖകൾ സംസാരിക്കും. താങ്കൾ പ്രശ്നം എന്താണെന്ന് പറയൂ. രേഖകൾ സംസാരിക്കും. എനിക്കങ്ങനെ ഞാൻ ഒരു ചായ കഴിച്ചിട്ട് വിശദമായി ആ പത്രസമ്മേളനം വിളിക്കാം. താങ്കൾ പറയും കാര്യം എന്താ? ഒരു വാർത്താ സമ്മേളനത്തിൽ വന്ന വിഷയം ഉണ്ടാക്കിയ കാരണം എന്താണെന്ന് പറയും.